അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ ക്രിസ്തു രൂപാന്തരപ്പെടുത്തിയ അനേകം സംഭവങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ സംഭവങ്ങളിലെ ഒന്നാണ് സക്കായിയുടെ മാനസാന്തരം. സക്കായിയെക്കുറിച്ച് നമുക്കറിയാം. ഒരു ചുങ്കക്കാരനായിരുന്നു, ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് സക്കായിയുടെ മാനസാന്തരത്തെക്കുറിച്ച് നാം വായിക്കുന്നത്. സക്കായിയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. 2-ാം വാക്യം പകുതി വെച്ച് നിർത്തിയാൽ അങ്ങനെയാണ്: യേശു എങ്ങനെയുള്ളവനെന്ന് കാണാനായിട്ട് ഈ ചുങ്കക്കാരിൽ പ്രമാണിയായ ധനവാനായ സക്കായി ആഗ്രഹിച്ചു. ഗലീല നാടുകളിൽ 3.5 വർഷക്കാലം തൻ്റെ വേല നിവർത്തിച്ചുകൊണ്ട്, അനേകരെ സൗഖ്യമാക്കിക്കൊണ്ട്, രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട്, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നടന്നപ്പോൾ ഈ സക്കായിയും കർത്താവിനെക്കുറിച്ച് കേട്ടു. കർത്താവിനെക്കുറിച്ച് കേട്ടപ്പോൾ സക്കായിയുടെ മനസ്സിലും ഒരു ആഗ്രഹം, എനിക്ക് ഈ യേശുവിനെ ഒന്ന് കാണണം. നാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് തന്നെ ഒന്ന് ചിന്തിക്കണം. പല പല സ്ഥലങ്ങളിലും
പല ഭവനങ്ങളിലും പല സാഹചര്യങ്ങളിലും ആയിരുന്ന നാം ഓരോരുത്തരും ഇങ്ങനെയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനുള്ള കാരണം എന്താണ്? നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നതാണ്, നാം അവനെ സ്നേഹിച്ചതല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്യത്ഭുതമായ സ്നേഹം നമ്മെ ഓരോരുത്തരെയും കണ്ടു എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം. മാമോദിസായിലൂടെ നാം ക്രിസ്ത്യാനികളായി രൂപാന്തരപ്പെടുന്നു. എന്നാൽ ക്രിസ്ത്യാനികളായി ജീവിക്കാതെ അന്യവഴികളിലേക്ക് നടന്ന്, പാപവഴികളിൽ നടന്ന് നമ്മുടെ നിത്യജീവൻ നഷ്ടമാക്കി ജീവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്നേഹത്താൽ വിളിച്ച് അവൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം. എന്തുകൊണ്ട്? നാം ആരെങ്കിലും നല്ലവരായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളവരായിട്ടോ ആണോ? ഒന്നുകൊണ്ടുമല്ല. രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്ന അനേകരുണ്ട്. നമ്മെപ്പോലെ വചനം കേട്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാറി പാപത്തോട് യാത്ര പറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് തീരുമാനിച്ച് നാം പോകുകയാണെങ്കിൽ നമുക്കും കിട്ടുന്ന അനുഭവം ഇത് തന്നെയാണ്, മാനസാന്തരം. 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്യം നമുക്കൊന്ന് തുടക്കത്തിൽ വായിക്കാം. അവസാനത്തെ വാക്യം 10. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. നാം ഓരോരുത്തരും ആടുകളെ പോലെ കാണാതെ പോയിരുന്നു. 100 ആടുണ്ടായിരുന്നു, ഒരാടിനെ കാണാതെ പോയി. നാം ആണ് ആട്. ആടിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. ഈ സക്കായി ചുങ്കക്കാരനായിരുന്നു, യഹൂദന്മാരുടെ ഒരു എതിരാളിയായിരുന്നു, റോമക്കാർക്ക് വേണ്ടിയിട്ട് ചുങ്കം പിരിക്കുന്നവൻ. മാത്രമല്ല അനാവശ്യമായിട്ടും അന്യായമായും ചുങ്കം പിരിക്കുന്നവൻ. അതുകൊണ്ടാണ് യഹൂദർക്ക് ഈ ചുങ്കക്കാരോട് ഇത്ര വെറുപ്പും പ്രയാസവും ഉണ്ടായിരുന്നത്. അനാവശ്യമായിട്ട് അധികമായിട്ട് ചുങ്കം പിരിക്കുകയാണ്. ഇവനോ ചുങ്കക്കാരൻ മാത്രമായിരുന്നില്ല, ചുങ്കക്കാരിൽ പ്രമാണിയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സക്കായിക്കാണ് തോന്നിയത് യേശുവിനെ ഒന്ന് കാണണം. അതിനുള്ള വഴി കർത്താവ് ഒരുക്കി കൊടുക്കുകയാണ്. എരിഹോയിലൂടെ കർത്താവ് നടന്നു പോകുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ എരിഹോവിൽ വരുന്നതിന് മുമ്പേ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കും? ഈ ബർത്തിമായിയുടെ കണ്ണ്, ആ വഴിയരികിലിരുന്ന ആ കുരുടൻ്റെ കണ്ണ് കാഴ്ച കൊടുത്തത്, ഈ സക്കായിയെ മാനസാന്തരപ്പെടുത്തിയത്, ഇതെല്ലാം കർത്താവ് കണ്ടിരിക്കും. ഈ കർത്താവ് തൻ്റെ സ്നേഹം കൊണ്ട് അവൻ്റെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. 10-ാം അധ്യായം 1-2 വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായി സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. പുരുഷാരം നിമിത്തം യേശുവിനെ കാണാൻ അവന് സാധിക്കുന്നില്ല. അവന് ആഗ്രഹമുണ്ട്, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, പക്ഷേ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ധനമുണ്ട്, ഇഷ്ടം പോലെ ധനമുണ്ട്, എന്നാൽ വളർച്ചയിൽ കുറിയവനാണ്, പൊക്കം കുറഞ്ഞവനാണ്. ഈ പൊക്കം കുറഞ്ഞവനായ സക്കായിക്ക് പുരുഷാരം അനേകരുള്ളതുകൊണ്ട് യേശുവിനെ കാണുവാൻ സാധിക്കുന്നില്ല. ദൈവത്തെ കാണാൻ ആഗ്രഹമുള്ള ഒരു പാപി കാണാൻ ആഗ്രഹിച്ച് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നിട്ടും കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? സ്വന്തമായി ഒരു പ്രയാസമുണ്ട്, അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞവനാണ്, അങ്ങനെ ഒരു പ്രയാസം, ശാരീരികമായ ഒരു പ്രയാസമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് പുരുഷാരം നിമിത്തമാണ് കാണാഞ്ഞത്. ഈ സക്കായിക്ക് ആഗ്രഹം വന്നു,
ആഗ്രഹം വന്നിട്ട് ക്രിസ്തുവിനെ കാണാനായിട്ടുള്ള ആ സ്റ്റെപ്പ് എടുത്തു. ഒരാഗ്രഹം വെച്ചിട്ട് അവിടെ നിൽക്കുകയല്ല, ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുകയാണ്. എനിക്ക് കാണണം, എനിക്ക് ക്രിസ്തുവിനെ ഒന്ന് കാണണം. എന്താ കാരണമെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ഈ യേശു ക്രിസ്തുവിനെ ഒന്ന് കാണണം. ഞാൻ ചെയ്യുന്ന എൻ്റെ പണി ഇത് ഇനി മുതൽ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടായിരിക്കണം അവൻ വന്നത്, അല്ലാതെ വരാൻ സാധ്യതയില്ല. ഇതുവരെയുള്ള എൻ്റെ ജീവിതം മതി, ഇനി ഞാനൊരു പുതിയ ആളാണ് എന്ന് തീരുമാനിച്ചിരിക്കണം. കാരണം ഞാനത് പറയാൻ കാരണം, യേശുക്രിസ്തു വന്ന് സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ സക്കായി എന്താ ചെയ്തത്? വേഗത്തിൽ ഇറങ്ങി വരികയാണ് ചെയ്തത്. കാരണം അവനറിയാം, ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഞാൻ ചിന്തിച്ചതിനേക്കാളും വലിയ കാര്യമാണ് ഇനി നടക്കാൻ പോകുന്നത്. യേശുവിനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ കാട്ടത്തീമേൽ കയറി യേശുവിനെ കണ്ടു. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് കർത്താവിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സ്തോത്രം. നമ്മോടും ഇവിടെ നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നിട്ട് നമ്മോടും പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് വിളിച്ച് വേഗം ഇറങ്ങി വാ, നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ധനവാനായ മനുഷ്യൻ, ചുങ്കക്കാരിൽ പ്രമാണി, ഓടി ഈ ജനമെല്ലാം വരുമ്പോൾ അവർക്കെല്ലാം മുമ്പായിട്ട് ഓടിയിട്ട് ഒരു മരത്തിൽ കയറുന്നു. കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു മരത്തിലേക്ക് വിടച്ച് കയറുകയാണ്. കാരണം എന്താ? എനിക്ക് കർത്താവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. അതിനി ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തെങ്കിലും ധരിച്ചോട്ടെ, ആരെന്തും വേണമെങ്കിലും ധരിച്ചോട്ടെ, പക്ഷേ ഞാൻ കയറിയിരിക്കും, ഞാൻ കയറി കർത്താവിനെ കാണും. ഞാൻ ഉദ്ദേശിച്ച കാര്യം, ആ നല്ല കാര്യം നടത്തുവാനായിട്ട് എന്ത് സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നാലും ഞാൻ എടുക്കും. അതുകൊണ്ടാണ് മുന്നോട്ട് ഓടി കാട്ടത്തിമേൽ കയറി ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്നത്. നമുക്കും ഇങ്ങനെയുള്ള ചില സ്റ്റെപ്പുകൾ ചില സമയത്ത് എടുക്കേണ്ടി വരും, ക്രിസ്തുവിനെ കാണേണ്ടതിന് വേണ്ടി. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുവാനുള്ളതാണ് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. യേശു അവിടെ നിന്നു. യേശു നിന്നിട്ട് മേലോട്ട് നോക്കി വിളിക്കുകയാണ്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായിയെ സ്നേഹിച്ചവനായ ദൈവം നമ്മെയും സ്നേഹിക്കുന്നു. നമ്മോടും പറയുന്നത് ഇതാണ്, നീ വേഗം ഇറങ്ങി വാ, നിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് പാർക്കേണ്ടതാകുന്നു. സക്കായിയെ വിളിക്കുന്ന കർത്താവ്. ചുങ്കക്കാരായിരുന്നു സക്കായി, യേശുവിനെ കാണുവാൻ ആഗ്രഹമുള്ളവനായിരുന്നു. യേശുവിനെ കാണുവാനായിട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കുവാൻ അവന് താല്പര്യപ്പെട്ടു. ആ സ്റ്റെപ്പുകൾ എടുത്തിട്ട് പുരുഷാര മുഖാന്തരം തുടക്കത്തിൽ കഴിഞ്ഞില്ല, പിന്നെയും സ്റ്റെപ്പുകൾ എടുക്കുകയാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എന്ത് കാണുന്നു, എന്ത് പറയുന്നു എന്ന് നോക്കാതെ സ്റ്റെപ്പുകൾ എടുക്കുന്ന സക്കായി ആ സ്റ്റെപ്പ് എടുത്തപ്പോൾ കർത്താവ് അവനെ വിളിക്കുകയാണ്, പേര് ചൊല്ലി വിളിക്കുകയാണ്. നാം ഒരു സ്റ്റെപ്പ് എടുത്താൽ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നവനായ ഒരു കർത്താവായ യേശു ക്രിസ്തു, ആ ക്രിസ്തുവിനെയാണ് നമുക്ക് പരിചയം വേണ്ടത്. നാം വിളിച്ചാൽ വിളി കേൾക്കുന്നവനായ ഒരു ക്രിസ്തു. ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മയിലും കൂട്ടായ്മയ്ക്ക് പുറത്തുമുള്ള അനേകരുമായിട്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ അനേകർ പ്രയാസത്തിലാണ്. രോഗത്താലുള്ള പ്രയാസം, പണത്താലുള്ള പ്രയാസം, പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെടുന്ന അനേകരും അതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരു വലിയ ഒരു കൂട്ടം ആളുകൾ നമുക്ക് തന്നെ അറിയാവുന്ന അനേകരുണ്ടാകും. എല്ലാവർക്കും വേണ്ടിയത് ഒരു സമാധാനവും സൗഖ്യവും സന്തോഷവുമാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നം തീരുക, അനേകം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ നമുക്ക്
കർത്താവിനെ ഒന്ന് വിളിച്ചാൽ നമ്മൊരു ഒന്ന് രണ്ട് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അവൻ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കും എന്നാണ് ഈ 19-ാം അധ്യായത്തിലൂടെ വിശുദ്ധ ലൂക്കോസ് നമ്മോട് പറയുന്നത്. കർത്താവ് വിളിച്ചു സക്കായിയെ. സക്കായിയോ അവിടെ നിന്ന് ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഈ പുരുഷാരം കൂടെ ഉണ്ടായിരുന്നവരെന്താ ചെയ്തത്? അവരെ പിറുപിറുക്കുകയാണ് ചെയ്തത്. ഈ സക്കായിയോ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു, സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ കണ്ടവരെല്ലാവരും അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. പിറുപിറുക്കുന്നവരായ ഒരു ജനം, പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പിറുപിറുക്കുന്നവരായ ഒരു ജനം, അങ്ങനെയുള്ള ഒരു പുരുഷാരം നമ്മോട് കൂടെ ഇന്ന് കർത്താവ് വന്നാൽ ഇത് തന്നെയല്ലേ പറയുക? ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ എങ്ങനെ പോകും? നമ്മെക്കുറിച്ച് പറയും, നിശ്ചയമായിട്ടും പറയും, ഇങ്ങനെയുള്ള ഒരു ആളത്വമുള്ള ഒരാളുടെ കൂടെ എങ്ങനെ കർത്താവ് പോകും? എന്നാൽ കർത്താവ് നമ്മുടെ പാപമല്ല നോക്കുന്നത്, നമ്മുടെ ആഗ്രഹമാണ് നോക്കുന്നത്. നമ്മുടെ ആഗ്രഹം, നമ്മുടെ സ്റ്റെപ്പാണ് നോക്കുന്നത്. നമുക്ക് കർത്താവിനോട് കൂടെ ചേരുവാനായിട്ട് താല്പര്യമുണ്ടോ? മാത്രമല്ല അതിനുള്ള കോസ്റ്റ് കൊടുക്കാൻ, അതിനുള്ള സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇതാണ് കർത്താവ് നോക്കുന്നത്. ജനം പിറുപിറുക്കും. ഇനി എന്തിന് ഈ പാപിയായ മനുഷ്യൻ്റെ കൂടെ പോയി പിറുപിറുക്കും? ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാം. ആ പാപിനിയായ സ്ത്രീ ശീമോൻ കർത്താവിനെ വിരുന്നിന് വിളിച്ചു. സ്ത്രീ എന്താ ചെയ്തത്? വിളിക്കാതെ വന്ന അതിഥി, ആ സ്ത്രീ ശീമോൻ പറയാതെ തന്നെ അവിടെ ചെന്നു കർത്താവിൻ്റെ കാൽപാദത്തിൽ വീണ് കിടക്കുകയാണ്. കണ്ണുനീര് കൊണ്ട് കാൽപാദം നനയ്ക്കുകയാണ്, തൻ്റെ തലമുടി കൊണ്ട് തോർത്തുകയാണ്. അങ്ങനെയുള്ള ആ സ്ത്രീയെ കണ്ടപ്പോൾ ശീമോൻ എന്താ പറഞ്ഞത്? ഇവൾ എങ്ങനെയുള്ളവളായിരുന്നുവെന്ന് ഈ ക്രിസ്തു അറിഞ്ഞിരുന്നുവെങ്കിൽ അവനിത് സമ്മതിക്കുകയില്ലായിരുന്നു. ശീമോന്റെ മനസ്സിൽ വിചാരിച്ചത് ഈ ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാ ഇവൻ എങ്ങനെയുള്ളവളാണെന്ന്. ഇങ്ങനെയുള്ള ഒരു പാപിനിയായ സ്ത്രീയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ക്രിസ്തു ഇതിന് സമ്മതിച്ചു കൊടുക്കുന്നത്. എന്നാൽ ക്രിസ്തു അവൻ്റെ ഉള്ളത്തിലിരിക്കുന്നത് അറിഞ്ഞു. വിളിക്കുകയാണ്, ഞാനിവിടെ വന്നു, നീ എനിക്ക് ഒന്നും തന്നില്ല. എന്നാൽ ഈ സ്ത്രീ ഞാൻ വന്നത് മുതൽ എൻ്റെ കാൽ നനച്ചു, എൻ്റെ പാദം ചുംബിച്ചു, എൻ്റെ കാൽ അവളുടെ തലമുടി കൊണ്ട് തുവർത്തി. നമ്മുടെ അടുത്ത കർത്താവ് വന്നിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് അതാണ്. നമ്മുടെ കണ്ണുനീരുകൾ അവൻ്റെ കാൽപാദത്തിലൊന്ന് വീഴ്ത്തണം. നമ്മുടെ പ്രയാസങ്ങൾ അവനോടൊന്ന് പറയണം. പ്രയാസങ്ങൾ പറയുമ്പോൾ, കണ്ണുനീര് വീഴ്ത്തുമ്പോൾ അത് കാണുന്നവനും മനസ്സലിയുന്നവനുമായ ഒരു കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് ഉള്ളത്. ഈ പിറുപിറുക്കുന്ന ജനത്തെ ഒന്നും നോക്കാതെ ക്രിസ്തു പോയി സക്കായി അവന് വീട്ടിൽ കൈക്കൊണ്ടു. പോകുന്ന വഴിക്ക് തന്നെ സക്കായി പറയുകയാണ്, ഞാൻ ധനവാനാണ്, എനിക്കുള്ളതെല്ലാം എൻ്റെ വസ്തുവകയിൽ പാതി ദരിദ്രന്മാർക്ക് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഞാനിനി വേറൊന്നും കർത്താവേ നീ ഒന്നും എന്നോട് പറയണ്ട, ഞാൻ തന്നെ തീരുമാനിക്കുകയാണ്, എനിക്കുള്ളതിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. മാത്രമല്ല എന്തെങ്കിലും ഞാൻ അന്യായമായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി പകരം കൊടുക്കും. തീരുമാനമാണ്, ശക്തമായ തീരുമാനമാണ്. ക്രിസ്തുവിനെ കാണുവാനായിട്ട് ആഗ്രഹം വന്നു, അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു. മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണാൻ സഹായിക്കാതിരുന്നപ്പോൾ ആരെന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ക്രിസ്തുവിൻ്റെ പുറകെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കാണുന്നതിന് വേണ്ടി ഓടി മരത്തിൽ കയറി ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ സക്കായിക്ക് സാധിച്ചു. അങ്ങനെ കേട്ടപ്പോൾ പിന്നെ ഈ ക്രിസ്തു എൻ്റെ വീട്ടിൽ പാർപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് സക്കായിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ ഇരിക്കുന്ന സമ്പത്തെല്ലാം ഇതിന് കുറച്ച് തടസ്സമാണ്. അതുകൊണ്ട് പകുതി ദരിദ്രന്മാർക്കും അന്യായമായ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടി പകരം കൊടുക്കുമെന്നവൻ ഉറപ്പായി പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് സൗഖ്യം വന്നു. സക്കായിയുടെ മാനസാന്തരമാണ് അവിടെ കാണുന്നത്. മാനസാന്തരത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്
നമ്മുടെ തെറ്റ് മനസ്സിലാക്കി അതിനുള്ള പ്രായശ്ചിത്തവും ചെയ്ത് പ്രതിവിധിയും ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ കൊടുക്കും, ഇനി പിന്നെ ഒന്ന് മാറ്റിവെച്ചിട്ടല്ല പറയുന്നത്, ഞാനത് കൊടുക്കും. അങ്ങനെ ചെയ്തപ്പോഴാണ് പറയുന്നത്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എന്താണ് ഈ അബ്രഹാമിൻ്റെ മകൻ? ഈ ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 3-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവിൻ. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ. അബ്രഹാമിൻ്റെ മക്കളായി നാം ജനിച്ചതല്ല, നമുക്ക് വിശ്വാസം, ആരിലുള്ള വിശ്വാസം? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം സുദൃഢമായി വരുമ്പോൾ അപ്പോഴാണ് നാം അബ്രഹാമിൻ്റെ മക്കളാകുന്നത്. ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നാമും കടന്ന് ചെല്ലണം. അബ്രഹാമിൻ്റെ സന്തതിയായി നാം മാറണം. ആ മാറണമെങ്കിൽ പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ഗലാത്യരോട് പറയുന്നു, വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാകും. ക്രിസ്തുവിലുള്ള വിശ്വാസം. എന്താണ് ഈ വിശ്വാസം? ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നതാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. കർത്താവായ യേശു ക്രിസ്തു എന്നെ രക്ഷിപ്പാനായി തൻ്റെ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു. അതിൻ്റെ ഫലമായി ഞാനിന്ന് ഒരു ദൈവമകനോ ദൈവമകളോ ആയി ജീവിക്കുന്നു. അതാണ് സക്കായിക്കും സംഭവിച്ചത്. നമുക്കും അങ്ങനെയുള്ള ഒരു അനുഭവം വേണം. ഈ സക്കായി ചിന്തിച്ചു നോക്കിയിരിക്കാം, ഞാൻ എൻ്റെ പാസ്റ്റ്, എൻ്റെ ഭൂതകാലം നോക്കിയാൽ ഞാൻ നല്ല കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. ധനമുണ്ടാക്കി, അന്യായമായി ചുങ്കം പിരിച്ചു, അന്യായമായി പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ ധനമുണ്ടാക്കി. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പ്രതിവിധികളെല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോഴാണ് ഈ അബ്രഹാമിൻ്റെ സന്തതിയാകുന്നത്. C.S. ലൂയിസ് പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. യു കാൻ ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് ദ ബിഗിനിങ്. യു കനോട്ട് ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് ദ ബിഗിനിങ്. നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? നടന്നുപോയ ഒരു കാര്യം നടക്കാതായത് നമുക്ക് സാധിക്കുകയില്ല. ബട്ട് വാട്ട് വി ക്യാൻ ഡു, നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം വെയർ യു ആർ ആൻഡ് ചേഞ്ച് ദ എൻഡിങ്. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്, നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് പോകാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ഒരു സ്ഥലത്ത് എത്തിപ്പോയി, ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തുടങ്ങി ഇപ്പോഴിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാം, യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം വെയർ യു ആർ ആൻഡ് ചേഞ്ച് ദ എൻഡിങ്. നമ്മുടെ അവസാനം നമുക്ക് ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടിങ് ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുകയില്ല, പക്ഷേ അവസാനം ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് വേണ്ടിയത്. സക്കായിക്ക് സാധിച്ചത് അതാണ്. ഈ പുരുഷാരത്തിൻ്റെ കാര്യം നാം ആദ്യം പറഞ്ഞല്ലോ. പുരുഷാരത്താൽ ക്രിസ്തുയേശുവിനെ കാണുവാൻ സക്കായിക്ക് സാധിച്ചില്ല. ഈ അത്തിമരത്തിൽ കയറി, അത്തി സക്കായി കയറുന്നതിന് ഒരു തടസ്സമൊന്നും ചെയ്തില്ല. അത്തിയിൽ കയറുവാനായിട്ട് സക്കായിക്ക് സാധിച്ചു. നമ്മുടെ സമൂഹത്തിൽ 2 തരം ആളുകളാണ് ഉള്ളത്. ഈ പുരുഷാരത്തെ പോലെ ഇരിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കാത്ത, മറ്റുള്ളവരെക്കുറിച്ച് കരുതലില്ലാത്ത ഒരു കൂട്ടം. മറ്റൊന്ന് ഈ അത്തിയെ പോലെ കർത്താവിനെ കാണുവാനായി എന്തും വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടം. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ആ അത്തിയാണോ, ഞാൻ ആ പുരുഷാരമാണോ? ചോദിക്കേണ്ട ചോദ്യമാണ്, ഈ അത്തിയാണോ ഞാൻ, അതോ ആ പുരുഷാരത്തിൽ ഒരാളാണോ ഞാൻ? സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയായി നാം ജീവിക്കുമ്പോൾ, സമൂഹത്തിന് അതിൻ്റെ പരിമളം, ക്രിസ്ത്യാനിയുടെ പരിമളം പരത്തുന്നവരായി നാം ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ വെളിപ്പെടും. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് കൈവരുന്നത്. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് ഒരു കൺസേൺ ഉണ്ടാകുന്നത്, കരുതലുണ്ടാകുന്നത്. ആരുടെയെങ്കിലും പ്രയാസം കാണുമ്പോൾ, ആരുടെയെങ്കിലും വേദന കാണുമ്പോൾ നമുക്ക് കണ്ണുനീര് വരുന്നുണ്ടോ?
അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം വരുന്നുണ്ടോ? ചിലപ്പോൾ നമുക്കതിനുള്ള കഴിവുണ്ടായിരിക്കുകയില്ല, നമുക്കതിനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കുകയില്ല. എന്നാലെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഇവർ കഷ്ടപ്പെടുന്നല്ലോ, ബുദ്ധിമുട്ടുന്നല്ലോ, ഇവർക്ക് എന്തെങ്കിലും നീ ഒരു സഹായം ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ ഇല്ലാത്തവരെയും ആവശ്യമുള്ളവരെയും സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവരെയും ഒന്ന് ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. ഈ സക്കായി ചെയ്തതും അത് തന്നെയാണ്. സക്കായി ദരിദ്രരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയതായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷേ പകുതി അന്യായമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി പകരം കൊടുക്കുന്നു. അപ്പോൾ ഈ പകുതിയിൽ അന്യായമായിട്ട് വാങ്ങിയതല്ല. പക്ഷേ തനിക്കുള്ളതിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ അവിടെ കാണിക്കുകയാണ്. ഒറ്റ ചോദ്യം മാത്രം നമ്മോട് ഇന്ന് കർത്താവ് ചോദിക്കുന്നു: മാനസാന്തരപ്പെടുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? അതിനു വേണ്ടിയുള്ള കോസ്റ്റ് കൊടുക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിലേക്ക് പരമേൽപ്പിക്കാം. ഇന്ന് നമ്മുടെക്കുള്ളതെല്ലാം കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാം. അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും. സക്കായിയെ പോലെ നമ്മുടെ ഭവനത്തിലേക്കും കർത്താവായ യേശുക്രിസ്തു വരും. നാമും അബ്രഹാമിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള പേരിന് യോഗ്യരും അവകാശികളുമായി തീരും. അതിന് ദൈവം നമുക്ക് ഇടതരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്നേഹം നിറഞ്ഞ യേശുവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ കാണുവാനും അവിടുത്തെ നിന്നുള്ള കർത്താവെ വചനങ്ങൾ കേൾക്കുവാനുമായി ഞങ്ങൾ, എൻ്റെ ദൈവമേ, എന്ത് സ്റ്റെപ്പ് എടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ടി ആരെന്തെല്ലാം പറഞ്ഞാലും എൻ്റെ ദൈവമേ, അവിടുത്തെ പിന്നാലെ ഞങ്ങൾ വരും. അവിടുത്തെ കാണുവാനായി ഞങ്ങൾ വരും. അവിടുന്ന് ഞങ്ങളെ പേർ വിളിക്കുമ്പോൾ ഇറങ്ങി വന്ന് എൻ്റെ ദൈവമേ, ഞങ്ങളുടെ വീട്ടിൽ അവർ പാർക്കുവാൻ വരുമ്പോൾ എൻ്റെ ദൈവമേ, ഭവനത്തോടുകൂടെ രക്ഷ പ്രാപിച്ച് നിത്യജീവൻ അവകാശികളാക്കി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.